ആദിവാസി ഭൂസമരത്തിന്റെ ഭാഗമായി ജയിലിൽ കഴിയുന്ന ആദിവാസികളുടെ റിമാൻഡ് കാലാവധി മാനന്തവാടി കോടതി നീട്ടി. ഗവൺമെന്റ് അഭിഭാഷകൻ ഹാജരാകാത്തതിനെ തുടർന്നാണ് റിമാൻഡ് നീട്ടേണ്ടി വന്നത്. ഒരു മാസമായി ജയിലിൽ കഴിയുന്നവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടും AKS CPM പ്രവർത്തകർ നോർത്ത് വയനാട് DFO ഓഫീസിലേക്ക് തള്ളിക്കയറി. ആദിവാസികളും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. വടക്കേ വയനാട്ടിലെ വിവിധ ഭൂസമര കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു മാസം മുമ്പ് കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ ഭാഗമായി വനം വകുപ്പ് അറസ്റ്റ് ചെയ്ത് കോടതി ജയിലിലടച്ച 37 പേരുടെ റിമാൻഡ് കാലാവധിയാണ് മാനന്തവാടി കോടതി വീണ്ടും നീട്ടിയത്. സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാകാത്തതിനാൽ മെയ് 9 വരെയാണ് റിമാൻഡ് കാലാവധി നീട്ടിയത്. 37 പേരും ഒരു മാസമായി ജയിലിൽ കഴിയുന്നതിനാൽ തിങ്കളാഴ്ച മോചനമുണ്ടാകുമെന്ന് കരുതി ജയിലിൽ കഴിയുന്നവരുടെ കുടുംബാംഗങ്ങളും AKS CPM നേതാക്കളും കോടതി പരിസരത്ത് എത്തിയിരുന്നു. മോചനമില്ലെന്ന വാർത്ത അറിഞ്ഞതോടെ ഇവരെല്ലാവരും മാർച്ചായി നോർത്ത് വയനാട് DFO ഓഫീസിലേക്ക് നീങ്ങി. പോലീസിന് ഇത് സംബന്ധിച്ച് യാതൊരുവിധ സൂചനയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാധാരണ സമരക്കാരെ ഗേറ്റിൽ തടയാറുണ്ടെങ്കിലും ഇത്തവണ അതുണ്ടായില്ല. വന്നവരെല്ലാം ഗേറ്റ് കടന്ന് കോമ്പൗണ്ടിൽ കടന്നു. പിന്നീട് CPM വയനാട് ജില്ലാ സെക്രട്ടറി CK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ CPM AKS പ്രവർത്തകരും ഓഫീസിനുള്ളിലേക്ക് ഇരച്ചുകയറി. ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന 4-5 പോലീസുകാർ ഇവരെ തടയാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ആദിവാസികളെ വിട്ടയക്കും വരെ സമരം തുടരുമെന്ന് അറിയിച്ച് എല്ലാവരും ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. CV ഷിബു, ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.